ശബരിമല വനമേഖലയിൽ ഭീതി പരത്തി ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. തമിഴ്നാട്ടിൽ നിന്നും മൃഗവേട്ട ലക്ഷ്യമിട്ടെത്തിയവരാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പതിവായി ഇവർ വനമേഖലയിൽ തമ്പടിക്കുകയാണെന്നാണ് പരാതി. സംഘത്തിന്റെ കയ്യിൽ വിവിധ ആയുധങ്ങൾ ഉള്ളതിനാൽ പ്രദേശവാസികളും ഭയത്തിലാണ്. അജ്ഞാത സംഘം ശബരിമല വനാതിർത്തികളിലെ വീടുകളിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം, അരി, നിത്യോപയോഗ വസ്തുക്കൾ എന്നിവ മോഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. മൃഗവേട്ടയ്ക്ക് എത്തുന്നവർ മുമ്പൊരിക്കലും വനാതിർത്തിയിലെ വീടുകളിൽ മോഷണം നടത്തുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആങ്ങാമൂഴി, വാലുപ്പാറ, കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് എന്നിവിടങ്ങളിലാണ് ഈ അജ്ഞാത സംഘം മോഷണം നടത്തിയത്. സംഭവത്തിൽ ഇതുവരെ പോലീസും വനംവകുപ്പും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വീടുകളുടെ വാതിലും ജനലും വെട്ടിപ്പൊളിച്ചാണ് സംഘം വീടിനുള്ളിൽ കടക്കുന്നത്. വനാതിർത്തികളിലെ വീടുകളിൽ നിന്ന് പകൽ സമയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്നത് പതിവാണ്. കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ്, ആങ്ങാമൂഴി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. വാതിലും ജനലും വെട്ടിപ്പൊളിച്ചാണ് സംഘം വീടിനുള്ളിൽ കടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നത്. അടുക്കളയുടെ ജനൽ വെട്ടിപ്പൊളിച്ച് ഉപ്പും മല്ലിപ്പൊടിയും ഒഴികെയുള്ള സകല സാധനവും എടുത്തുകൊണ്ടുപോയതായി അദ്ദേഹം പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന 10,000 രൂപയും വെട്ടുകത്തിയും സംഘം മോഷ്ടിച്ചെന്നും ഇവർ പറയുന്നുണ്ട്. നേരത്തെ വന്യമൃഗങ്ങളുടെ ശല്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പട്ടാപ്പകലാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മോഷണം സംബന്ധിച്ച് പോലീസിലും വനംവകുപ്പിലും വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ വനമേഖലയിലെ 5-ലധികം കാട്ടുപോത്തിനെയും ആനയെയും വേട്ടയാടിയിട്ടുണ്ടെന്നും വന്യമൃഗ സംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാത്രികാലങ്ങൾ നാട്ടുകാർ സംഘടിച്ച് വനാതിർത്തിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തമിഴ്നാട്ടിൽ നിന്ന് അച്ചൻകോവിൽ വഴി വനമേഖലയിലേക്ക് കടന്നുകയറിയ വന്യമൃഗ വേട്ടക്കാരാണ് എന്ന് വനംവകുപ്പിന് സംശയമുണ്ട്. വനംവകുപ്പും പോലീസും ചേർന്ന് കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.